നാത്തുൻ സൗദത്തിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമ്മുടെ കഴിഞ്ഞ കിച്ചൺ വീഡിയോ ചുരുങ്ങിയ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് 15K വ്യൂവേഴ്സ് ആവാറായി. ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നാരങ്ങ സ്ക്വാഷ് കേടുവരാതെ കാലങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനായി പഞ്ചസാര ഉരുക്കിയെടുക്കുക. എത്ര നാരങ്ങ നീരുണ്ടോ അത്ര തന്നെ അളവിൽ പഞ്ചസാര ലായനിയും വേണം. ഞാനിവിടെ 3 കിലോ നാരങ്ങയാണ് പിഴിഞ്ഞത്. അതൊരു 1.5 ലിറ്റർ അടുത്ത് കാണും. അതുകൊണ്ട് 1.5 മുതൽ 2 കിലോ വരെ പഞ്ചസാര നമുക്ക് ഉരുക്കിയെടുക്കാം. അടി കരിയാത്ത പാത്രം എടുക്കാൻ മറക്കരുത്. വെള്ളം ഒഴിക്കാനാ കുഞ്ഞു പറയുന്നേ. അവൾക്ക് ഇളക്കാൻ കിട്ടാത്തതിന്റെ സീനാണ്. പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ ഇടയിൽ ലേശം വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ സമയം കൊണ്ട് ഒരാളെ നാരങ്ങ പിഴിയാൻ ഏൽപ്പിക്കുക. നാരങ്ങ നേരത്തെ പിഴിഞ്ഞു വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അത് കഴിച്ചു പോകും. ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര ലായനി നേരത്തെ ഉണ്ടാക്കി വെക്കാം. ഇവിടെ ഒരു സൈഡിൽ നാരങ്ങ പിഴിയലും മറ്റേ സൈഡിൽ പഞ്ചസാര ലായനി ഉണ്ടാക്കലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇത്രയും നാരങ്ങ നമ്മൾ പിഴിഞ്ഞതാണ്. പഞ്ചസാര ലായനി റെഡിയായി. നാരങ്ങാനീര് വേണമെങ്കിൽ അരിച്ചെടുക്കാം. പിഴിയുന്നതിനിടയിൽ വ്യത്യസ്തമായൊരു നാരങ്ങ കിട്ടി, അതുകൊണ്ട് ഇത് മുറിച്ചില്ല. ഇനി നാരങ്ങാനീരിലേക്ക് പഞ്ചസാര ലായനി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ കുപ്പികളിൽ പകർന്നു വയ്ക്കാം. പഞ്ചസാര ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത് നാരങ്ങയിൽ കിടന്നരുത്തോളും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഗസ്റ്റ് ഒക്കെ വന്നാൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പെട്ടെന്ന് സെർവ് ചെയ്യാം.